നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഹോസ്ദുർഗ് ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന് തുടക്കമായി. സേവനങ്ങളിലെ തിളക്കവുമായി അജാനൂർ പഞ്ചായത്ത്. ISO സർട്ടിഫിക്കറ്റ് കൈമാറ്റം മന്ത്രി MK മുനീർ നിർവഹിക്കും. സംസ്ഥാന പ്രൊഫഷണൽ നാടകോത്സവം കാലിക്കടവിൽ തുടങ്ങി. കെട്ടിട നിർമ്മാണ ചട്ടത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്ന ആവശ്യം ലെൻസ്ഫെഡ് ജില്ലാ കൺവെൻഷൻ ചെറുവത്തൂരിൽ നടന്നു. തെരുവ് വിളക്ക് സ്ഥാപിച്ചതിൽ ക്രമക്കേട്. മധൂർ പഞ്ചായത്തിൽ വിജിലൻസ് റെയ്ഡ്. കരാട്ടെക്കായി ജീവിതം സമർപ്പിച്ച ഷാജിക്ക് രാജ്യാന്തര മേളയിലേക്ക് ക്ഷണം ലഭിച്ചിട്ടും പങ്കെടുക്കാനാവുന്നില്ല. കായിക പ്രേമികൾ ഒത്തുചേർന്നാൽ ഷാജി വേൾഡ് കരാട്ടെ ഫെഡറേഷൻ ടൂർണമെന്റിൽ മത്സരിക്കും. വാർത്തകൾ വിശദമായി. ഹോസ്ദുർഗ് ഉപജില്ലാ ശാസ്ത്രോത്സവം തുടങ്ങി. പാണക്കാട് പൂക്കോയ തങ്ങൾ സ്മാരക LP സ്കൂളിലാണ് ശാസ്ത്രോത്സവം നടക്കുന്നത്. ഹോസ്ദുർഗ് ഉപജില്ലാ ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര IT മേളയ്ക്ക് തുടക്കമായി. കാഞ്ഞങ്ങാട് കടപ്പുറം ALP സ്കൂളിലാണ് ശാസ്ത്രമേള നടക്കുന്നത്. E ചന്ദ്രശേഖരൻ MLA മേള ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഇത്തരമൊരു മേള സംഘടിപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സിലും ഉണ്ടാകേണ്ടത് ആണ് എന്ന് എനിക്ക് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ തോന്നുകയാണ്. മാതൃഭാഷയിൽ ശാസ്ത്രഫലനം നടത്താനുള്ള കഴിവുണ്ടാകുമ്പോഴാണ് ശാസ്ത്രാവബോധം കൂടുതലുണ്ടാകുകയും ആ ബോധത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പുതിയ കണ്ടെത്തലുകൾക്ക് നമുക്ക് കൂടുതൽ സൗകര്യമുണ്ടാവുകയും കണ്ടെത്തലുകൾക്ക് ശേഷം അത് സമൂഹത്തിന് പ്രയോജനകരമായ വിധത്തിൽ വിനിയോഗിക്കാൻ സാധ്യമാവുകയും ചെയ്യും. സ്കൂൾ മാനേജർ K മൊയ്തീൻ കുഞ്ഞി സപ്ലിമെന്റ് പ്രകാശനം ചെയ്തു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ C ജാനകിക്കുട്ടി, പ്രിൻസിപ്പൽ PV കൃഷ്ണകുമാർ, AEO TM സദാനന്ദൻ, M ഇബ്രാഹിം, PV ഉസൈനാർ, രാമചന്ദ്രൻ, മസാഫി മുഹമ്മദ് കുഞ്ഞി, NK രത്നാകരൻ, K അബ്ദുള്ള കുഞ്ഞി, PK രഘുനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സൺ K ദിവ്യ അധ്യക്ഷയായി. ഹെഡ്മാസ്റ്റർ P രാമചന്ദ്രൻ സ്വാഗതവും NK ബാബുരാജ് നന്ദിയും പറഞ്ഞു. മേള ശനിയാഴ്ച സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അജാനൂർ അംഗീകാരത്തിന്റെ നിറവിൽ. അജാനൂർ ഗ്രാമപഞ്ചായത്തിന് ISO സർട്ടിഫിക്കറ്റ് കൈമാറ്റം നവംബർ 12-ന് മന്ത്രി MK മുനീർ നിർവഹിക്കും. ചിട്ടയായ പ്രവർത്തനവും മെച്ചപ്പെട്ട സേവനവുമായി പ്രവർത്തിച്ച അജാനൂർ പഞ്ചായത്ത് ഭരണസമിതിക്കും ഉദ്യോഗസ്ഥന്മാർക്കും അഭിമാനിക്കാം. അന്താരാഷ്ട്ര അംഗീകാരമായ ISO സർട്ടിഫിക്കറ്റ് ലഭിച്ചതിന്റെ ആഹ്ലാദ നിമിഷങ്ങൾ പങ്കിടുകയാണ് ഇവർ. കാലത്തിനൊത്ത് സഞ്ചരിച്ച് ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചതിന്റെ അംഗീകാരം കൂടിയാണ് അജാനൂർ പഞ്ചായത്തിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന പുരസ്കാരം. ജില്ലയിൽ ഇത്തരത്തിൽ പുരസ്കാരങ്ങൾ ലഭിച്ച രണ്ടാമത്തെ പഞ്ചായത്താണ് അജാനൂർ ഗ്രാമപഞ്ചായത്ത്. 4 വർഷത്തെ ഭരണത്തിനിടയിൽ മികച്ച സേവനങ്ങളാണ് ഇവിടെ ജനങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ഉദ്യോഗസ്ഥന്മാരുടെ കൂട്ടായ്മയിൽ മികച്ച റെക്കോർഡ് റൂമും ഒരുക്കിയിട്ടുണ്ട്. തർക്കങ്ങളില്ലാതെ പൊതുജനങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യവുമായാണ് അജാനൂർ പഞ്ചായത്ത് പ്രവർത്തിക്കുന്നത്. ജനന സർട്ടിഫിക്കറ്റുകൾ ഓൺലൈൻ വഴി 2 ദിവസത്തിനകം നൽകാനാവുന്നുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് PP നസീമ ടീച്ചർ പറഞ്ഞു. ജീവനക്കാരുടെ കൂട്ടായ്മ കൊണ്ട് തന്നെ ഒരു നല്ല റെക്കോർഡ് റൂം സജ്ജമാക്കാനും അതുപോലെ തന്നെ ആവശ്യങ്ങൾ വളരെ പെട്ടെന്ന്, അതായത് നേരത്തെ ജനന സർട്ടിഫിക്കറ്റിന് അപേക്ഷിച്ചിരുന്നവർ മാസങ്ങളോളം കാത്തിരിക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. പലപ്പോഴും കിട്ടാതെ ഇവിടെ തന്നെ പ്രശ്നങ്ങളുണ്ടാകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ഓൺലൈൻ സംവിധാനത്തിലൂടെ ജനന സർട്ടിഫിക്കറ്റുകൾ വളരെ പെട്ടെന്ന്, അതായത് അപേക്ഷ കൊടുത്ത് 2 ദിവസത്തിനകം തന്നെ അവർക്ക് ഓൺലൈൻ വഴിയായിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ഒരു സംവിധാനത്തിലേക്ക് പഞ്ചായത്തിനെ എത്തിച്ചിട്ടുണ്ട്. പഞ്ചായത്തിലെ സേവനങ്ങളെയാകെ കമ്പ്യൂട്ടറൈസേഷൻ ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. ISO പുരസ്കാരം ലഭിച്ച പഞ്ചായത്തുകളിൽ സംസ്ഥാനത്തെ മികച്ച പഞ്ചായത്തായി അജാനൂർ പഞ്ചായത്തിനെ വിലയിരുത്തി കഴിഞ്ഞിട്ടുണ്ട്. ISO സർട്ടിഫിക്കറ്റ് കൈമാറ്റ ചടങ്ങ് നവംബർ 10 വൈകിട്ട് 3 മണിക്ക് പഞ്ചായത്ത് പരിസരത്ത് നടക്കും. പഞ്ചായത്ത് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. നാടിന്റെ അഭിമാന നിമിഷങ്ങൾ പങ്കുവെക്കുന്ന ചടങ്ങ് ഉത്സവമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് അധികൃതർ. ക്യാമറമാൻ ദിനേശോടൊപ്പം അനിൽ പുളിക്കാൽ, ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കരാട്ടെ ഉൾപ്പെടെയുള്ള കായിക പരിശീലനങ്ങൾക്കായി ജീവിതം സമർപ്പിച്ച ഷാജി A നാരായണന് വേൾഡ് കരാട്ടെ ഫെഡറേഷൻ ടൂർണമെന്റിൽ പങ്കെടുക്കാൻ ക്ഷണം ലഭിച്ചിട്ടും പങ്കെടുക്കാനാവുന്നില്ല. സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്നതിനാൽ ഷാജി സ്പോൺസർമാരെ തേടുന്നു. കരാട്ടെ പരിശീലനത്തിനായി ജീവിതം സമർപ്പിച്ച് വിവിധ പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയ ആവിക്കൽ സൗത്തിലെ ഷാജി നാരായണന് രാജ്യാന്തര മേളയിൽ പങ്കെടുക്കാൻ കടമ്പകളേറെ. ജപ്പാനിൽ വെച്ച് നടക്കുന്ന വേൾഡ് കരാട്ടെ ഫെഡറേഷൻ ടൂർണമെന്റിലേക്ക് ക്ഷണം ലഭിച്ചുവെങ്കിലും സാമ്പത്തിക പ്രയാസം ഷാജിക്ക് മുമ്പിൽ മേളയിലേക്കുള്ള പ്രവേശനത്തിന് തടസ്സമായി നിൽക്കുകയാണ്. വർഷങ്ങളുടെ പരിശീലനത്തിന് ശേഷമാണ് ഷാജി നാരായണൻ കരാട്ടെ ഉൾപ്പെടെയുള്ള മുറകൾ സ്വന്തമാക്കിയത്.
കരാട്ടയിൽ കൂടാതെ ജിംനാസ്റ്റിക്, കിക്ക് ബോക്സിംഗ്, ജൂഡോ, റെസ്ലിംഗ്, ഐക്കീഡോ തുടങ്ങിയ ഇനങ്ങളിലും ഷാജി പ്രാവീണ്യം നേടിയിട്ടുണ്ട്. അജാനൂർ കടപ്പുറത്തെ കളരിഗുരുക്കളായിരുന്ന അച്ചുഗുരുക്കളുടെ മകൻ നാരായണന്റെയും ചിരുത കുഞ്ഞിയുടെയും മകനാണ് ഷാജി. കളരി പാരമ്പര്യത്തിന്റെ പൈതൃകമുള്ള ഷാജിയെ തേടി നിരവധി പുരസ്കാരങ്ങൾ എത്തിയിരുന്നു. കോഴിക്കോട് വെച്ച് നടന്ന ഓൾ ഇന്ത്യ സ്റ്റൈൽ മാർഷൽ ആർട്സിൽ 1ാം സ്ഥാനവും ബാംഗ്ലൂർ ഇൻവിറ്റേഷണൽ നാഷണൽ ലെവൽ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ ഫസ്റ്റ് പ്രൈസും സ്വന്തമാക്കിയിട്ടുണ്ട്. മാർഷൽ ആർട്സ് മാസ്റ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയായ ഷാജിക്ക് കരാട്ടെ രംഗത്ത് 100 കണക്കിന് ശിഷ്യന്മാരുമുണ്ട്. രാജേഷ് മാഷിന്റെ കീഴിൽ കരാട്ടെ അഭ്യസിച്ച ഷാജി അന്താരാഷ്ട്ര രംഗത്ത് നടക്കുന്ന മേളയിലേക്ക് എത്തിക്കാൻ സ്പോൺസർമാരെയോ സംഘാടകരെയോ തേടുകയാണ്. 3 ലക്ഷം രൂപ ചെലവ് വരുന്ന യാത്രയ്ക്ക് സ്പോൺസർമാർ എത്തുമെന്നാണ് ഷാജിയുടെ പ്രതീക്ഷ. സംസ്ഥാന പ്രൊഫഷണൽ നാടകോത്സവത്തിന് കാലിക്കടവിൽ തുടക്കമായി. രമ്യ ഫൈൻ ആർട്സ് സൊസൈറ്റിയാണ് സംഘാടകർ. ചലച്ചിത്ര താരങ്ങളായ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും സുബ്ബലക്ഷ്മിയും ചേർന്നാണ് ഉദ്ഘാടനം ചെയ്തത്. നവംബർ 9 വരെ നീണ്ടു നിൽക്കുന്ന അരങ്ങിന്റെ ഉത്സവത്തിന് നിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കി ചലച്ചിത്ര താരം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി തിരിതെളിയിച്ചു. ഈ സദസ്സിലുള്ള ഒരുപാട് സുഹൃത്തുക്കളെ എന്നെ അറിയാനിരിക്കില്ല. ഞാൻ ഭാഗമായി നാടകത്തിൽ ഏറ്റവും പ്രാവശ്യം വന്നത് എല്ലാവരും ഞാനീ അഭിഷേകനാണ്. ഈശ്വര വിശ്വാസിയ 100% രണ്ടും അങ്ങനെയാണ് എന്റെ സ്ഥിതി. 92 വയസ്സ് നിങ്ങൾ അറിയിച്ചോളോ. എന്നാലും നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ വന്നതാണ്. ഞാൻ 4 നാൾ മണിയൻകുടിയിലേക്കാണ്. മലയാള സിനിമയിലെ മുത്തച്ഛനൊപ്പം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട മുത്തശ്ശി ആർ സുബ്ബലക്ഷ്മിയും ഉദ്ഘാടന വേദിയിലെത്തി. 2002 ഞാൻ സിനിമയിലേക്ക് കയറിയ സമയം 3ാമത്തെ പടമായ കല്യാണരാമൻ എന്ന പടത്തിലൂടെ ശ്രീ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ അദ്ദേഹം കൂടെ ആണ് അഭിനയിക്കാൻ എനിക്ക് ഒരു സന്ദർഭം കിട്ടിയത്. ആ പടം വളരെ ഹിറ്റായി. അതോടുകൂടി ഞങ്ങൾ രണ്ടുപേരും കുറേ പടങ്ങൾ ചെയ്തു, പരസ്യം ചെയ്തു. അങ്ങനെ എല്ലാവരും എന്നോട് ചോദിക്കും, മുത്തശ്ശൻ വന്നില്ലേ? എനിക്കറിയില്ല. ഡയറക്ടർമാരോട് ചോദിക്കാൻ പറയില്ല. അങ്ങനെ ഒരു നല്ല കോമ്പിനേഷൻ. അദ്ദേഹത്തിനോട് വലിയൊരു മഹാനാണ്. വലിയ ഇത്രയും നേരം സംസാരിച്ചപ്പോൾ ഈ രാഷ്ട്രീയപരമായിട്ടും അദ്ദേഹത്തിന് ഒരുപാടുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു. കെ കുഞ്ഞിരാമൻ MLA മുഖ്യാതിഥിയായിരുന്നു. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്കും സുബ്ബലക്ഷ്മിക്കുമുള്ള ഉപഹാരങ്ങൾ ഇദ്ദേഹം സമർപ്പിച്ചു. MV കോമൻ നമ്പ്യാർ, ടി വി കൃഷ്ണൻ, രവീന്ദ്രൻ മണിയാട്ട്, PV ഗോവിന്ദൻ, PP അടിയോടി, M സുരേന്ദ്രൻ, K പ്രഭാകരൻ, MK രാജശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് തൃശൂർ സദ്ഗമയുടെ നാടകം കുഴിമടിയൻ അരങ്ങേറി. നാടകോത്സവത്തിൽ 7-ന് ചിറയൻകീഴിൽ അനുഗ്രഹയുടെ കുഞ്ഞുവാവയുടെ അമ്മയ്ക്ക് 14 വയസ്സ്, 8-ന് തിരുവനന്തപുരം സോപാനത്തിന്റെ അരപ്പെട്ടകെട്ടിയ നഗരത്തിൽ, 9-ന് കൊല്ലം അയനം തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന മഴ കാറ്റിനോട് പറഞ്ഞത് എന്നീ നാടകങ്ങൾ അരങ്ങിലെത്തും. എല്ലാ ദിവസവും 7 മണിക്ക് നാടകം ആരംഭിക്കും. പ്രവേശനം സൗജന്യമാണ്. ഓട്ടോ തൊഴിലാളികളുടെ കൂട്ടായ്മയിൽ വെള്ളിക്കോത്ത് ടൗണിൽ ശുചീകരണം നടത്തി. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിലാണ് ശുചീകരണം നടന്നത്. വെള്ളിക്കോത്ത് ടൗണിലെ മാലിന്യം നീക്കാൻ ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU വെള്ളിക്കോത്ത് സ്റ്റാൻഡിലെ പ്രവർത്തകർ രംഗത്തിറങ്ങി. വെള്ളിക്കോത്ത് ടൗണും സ്കൂളിനോട് ചേർന്നുള്ള ഭാഗങ്ങളും ഇവർ ശുചീകരിക്കുകയുണ്ടായി. CITU ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ ഏരിയ സെക്രട്ടറി നെല്ലിക്കാട്ട് കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഏറ്റവും അധികം ടൗണിലെ വൃത്തിഹീനമായിട്ടുള്ള ഈ പരിസ്ഥിതി ഏറ്റവും അധികം ബാധിക്കുന്നത് നമ്മൾ ഓട്ടോ തൊഴിലാളികൾക്കാണ്. അപ്പോൾ ഓട്ടോ തൊഴിലാളികളുടെ ഇതിൻ്റെ മുൻപന്തിയിൽ നിന്നിട്ട് നമ്മളെ പരിസര പ്രദേശങ്ങൾ ശുചീകരിക്കാനും നമ്മൾ വീട്ടിലെ മാലിന്യങ്ങൾ ആ ഉറവിടത്തിൽ നിന്ന് തന്നെ സംസ്കരിക്കാനും നമ്മളെ ജോലി സ്ഥലവും ആ സ്ഥലവും വൃത്തിയാക്കി നമ്മളെ ശുചിത്വ കേരളം പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആദ്യ പടി എന്ന നിലയിലായിരുന്നു ഓട്ടോറിക്ഷ തൊഴിലാളി വെള്ളിക്കോത്ത് യൂണിറ്റ് ഈ സംരംഭത്തിന് ഇറങ്ങിയിട്ട്. യൂണിറ്റ് പ്രസിഡന്റ് ആലിങ്ങൽ ദാമോദരൻ അധ്യക്ഷനായി. CITU വെള്ളിക്കോത്ത് സ്റ്റാൻഡ് യൂണിയൻ സെക്രട്ടറി സരസൻ സ്വാഗതം പറഞ്ഞു.
പാണ്ടിയിൽ വീണ്ടും കാട്ടാനകൾ ഇറങ്ങി. കാട്ടാനകളെ കണ്ട് ഭയന്നോടുന്നതിനിടയിൽ വീണ് ഗൃഹനാഥന് പരിക്കേറ്റു. പാണ്ടിയിലെ കണ്ണനാണ് പരിക്കേറ്റത്. കാട്ടാനക്കൂട്ടത്തെ കണ്ട് ഭയന്നോടുന്നതിനിടെ വീണതിനെ തുടർന്ന് ശരീരമാസകലം പരിക്കേറ്റ കണ്ണനെ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെ പാണ്ടിയിലെ കരിങ്കാലമൂലയിൽ വെച്ചാണ് സംഭവം നടന്നത്. കണ്ണൻ 9 അംഗ സുഹൃത്തുക്കൾക്കൊപ്പം തെയ്യം കണ്ട് മടങ്ങുന്നതിനിടയിൽ 3 ആനക്കൂട്ടം ആക്രമിക്കുകയായിരുന്നു. കാട്ടാനക്കൂട്ടത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ ഓടുന്നതിനിടെ കണ്ണൻ വീഴുകയായിരുന്നു. വീഴ്ചയുടെ ആഘാതത്തിൽ ശരീരമാസകലം പരിക്കേൽക്കുകയായിരുന്നു. ഈ പ്രദേശത്ത് കാട്ടാനക്കൂട്ടം നാട്ടിലിറങ്ങുന്നത് പതിവായിട്ടുണ്ട്. രാത്രിയെന്നോ പകലെന്നോ ഭേദമില്ലാതെ നാട്ടിലിറങ്ങുന്ന കാട്ടാനകൾ പ്രദേശവാസികളെ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. കാറടുക്ക കൊളത്തിങ്കാലിൽ 2 ആഴ്ച മുൻപ് ആനയെ കണ്ട് ഭയന്നോടുന്നതിനിടയിൽ കുഴിയിൽ വീണ് യുവാവിന് പരിക്കേറ്റിരുന്നു. മാസങ്ങളോളമായി കാറടുക്ക, മുള്ളേരിയ, അടൂർ, പാണ്ടി, കൊട്ടംകുഴി, ചെറ്റോണി തുടങ്ങിയ പ്രദേശങ്ങളിൽ കാട്ടാനകൾ വ്യാപകമായി കൃഷിനാശം വരുത്തിയിരുന്നു. നിരവധി വാഴകളും തെങ്ങുകളും കവുങ്ങുകളും കാട്ടാനക്കൂട്ടം നശിപ്പിച്ചിരുന്നു. കാട്ടാനശല്യം രൂക്ഷമാകുമ്പോഴും ഇതുവരെയായും അധികൃതർക്ക് നടപടി സ്വീകരിക്കുവാൻ സാധിക്കാത്തത് വ്യാപകമായ പ്രതിഷേധത്തിനാണ് ഇടയാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് മധൂർ പഞ്ചായത്തിൽ നടത്തിയ റെയ്ഡിൽ ക്രമക്കേട് കണ്ടെത്തി. തെരുവുവിളക്ക് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആക്ഷേപങ്ങളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തിയ വിജിലൻസ് റെയ്ഡിന്റെ ഭാഗമായാണ് മധൂർ പഞ്ചായത്തിലും വിജിലൻസ് സംഘം എത്തിയത്. വെള്ളിയാഴ്ച രാവിലെയാണ് വിജിലൻസ് സംഘം മധൂർ ഗ്രാമപഞ്ചായത്തിൽ റെയ്ഡ് നടത്തിയത്. റെയ്ഡിൽ വ്യാപക ക്രമക്കേടുകൾ കണ്ടെത്തി. പഞ്ചായത്ത്, KSEB, പൊതുജനം എന്നിവരുടെ ഭാഗത്തു നിന്നും സാമ്പത്തിക ക്രമക്കേട് നടന്നതായി റെയ്ഡിൽ കണ്ടെത്തി. KSEB അധികൃതരെ അറിയിക്കാതെ വിവിധ ഭാഗങ്ങളിൽ പഞ്ചായത്ത് അധികൃതർ തെരുവുവിളക്കുകൾ സ്ഥാപിച്ചിരിക്കുകയാണ്. ഇതിന്റെ പണം പഞ്ചായത്ത് അധികൃതർ KSEBക്ക് അടക്കുന്നില്ല. ഇത് KSEBക്ക് നഷ്ടമുണ്ടാക്കുന്നു. അതേസമയം KSEBയുടെ അനുമതിയോടെ പഞ്ചായത്ത് അധികൃതർ സ്ഥാപിച്ച പല തെരുവുവിളക്കുകളും കത്തുന്നില്ല. എന്നാൽ കത്താത്ത തെരുവുവിളക്കുകൾക്കും KSEB അധികൃതർ പഞ്ചായത്തിൽ നിന്നും പണം ഈടാക്കുന്നുണ്ട്. ഇത് പഞ്ചായത്തിനും നഷ്ടം ഉണ്ടാക്കുന്നു. ഇതിനു പുറമെ പൊതുജനങ്ങൾ പഞ്ചായത്തിന്റെയോ KSEBയുടെയോ അനുമതിയില്ലാതെ തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പലയിടത്തും തെരുവുവിളക്കുകൾ സ്ഥാപിച്ചിരിക്കുന്നതായി കണ്ടെത്തി. ഇതിന്റെ ബില്ല് അടയ്ക്കുവാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ല. ഇത് KSEBക്ക് നഷ്ടം വരുത്തി വയ്ക്കുന്നു. പഞ്ചായത്തിന്റെ അനുമതിയോടെ KSEB അധികൃതരെ വിവരം അറിയിച്ചു മാത്രമേ തെരുവുവിളക്കുകൾ സ്ഥാപിക്കുവാൻ പാടുള്ളൂ. എന്നാൽ ഈ നിയമം പാലിക്കാതെയാണ് പലരും വിളക്കുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. റെയ്ഡിൽ കണ്ടെത്തിയ ക്രമക്കേടുകളെക്കുറിച്ചുള്ള റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർക്ക് കൈമാറുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. വിജിലൻസ് CI ഡോക്ടർ V ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലായിരുന്നു റെയ്ഡ് നടത്തിയത്. മധുസൂദനൻ, രമേശ്, കൃഷ്ണൻ എന്നിവരും 2 KSEB ജീവനക്കാരും റെയ്ഡിൽ പങ്കെടുത്തു. വരും ദിവസങ്ങളിൽ മറ്റു പഞ്ചായത്തുകളിലും റെയ്ഡ് നടക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഗന്ന പ്രശ്നത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ സമരസമിതി. ഗന്ന പ്രദേശത്ത് അനിശ്ചിതകാല ഹർത്താലിന് ആഹ്വാനം ചെയ്ത സമരസമിതി വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ സമരമാർഗങ്ങളാണ് ആലോചിക്കുന്നത്. കിനാനൂർ കഴന്തളം ഗ്രാമപഞ്ചായത്തിലെ കൊണ്ടോടിയിൽ സ്വകാര്യ വ്യക്തി ഖനന നീക്കവുമായി മുന്നോട്ടു പോകുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയായാണ് സമരസമിതി കണ്ടത്. അതുകൊണ്ടുതന്നെ ഓരോ ദിവസം കഴിയുമ്പോഴും സമരം ശക്തിപ്പെടുകയാണ് ഉണ്ടായത്. P. കരുണാകരൻ MP അടക്കം നിരവധി ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടികളും സന്നദ്ധ സംഘടനകളും ഖനനത്തിനെതിരെ ഉറച്ച നിലപാട് സ്വീകരിച്ച് രംഗത്ത് വന്നു. ഖനന പ്രദേശത്ത് അനിശ്ചിതകാല ഹർത്താലിന് ആഹ്വാനം ചെയ്ത് ഒരുവിധ വിട്ടുവീഴ്ചയുമില്ലെന്ന് പ്രഖ്യാപിക്കാനാണ് ജനങ്ങളും സമരസമിതി നേതാക്കളും വെള്ളിയാഴ്ച സ്ഥലത്ത് ഒത്തുകൂടിയത്. ഖനനം നിർത്തിവെക്കുകയും സാധന സാമഗ്രികളുമായി സംഘം സ്ഥലമിടുകയും ചെയ്തെന്ന ശുഭവാർത്തയാണ് സമരക്കാർക്ക് രാവിലെ തന്നെ ലഭിച്ചത്. തുടർന്ന് നടന്ന യോഗത്തിൽ തൃക്കരിപ്പൂർ MLA K. കുഞ്ഞിരാമൻ ഈ വിവരം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ നാട്ടിലെ ജനങ്ങൾ, ഈ നാട്ടിലെ മാത്രമല്ല ഈ കേരളത്തിലെ തന്നെ മുഴുവൻ സാംസ്കാരിക, രാഷ്ട്രീയ, അതുപോലെ തന്നെ മറ്റ് സാമൂഹ്യ സംഘടനകളെ എല്ലാം തന്നെ പിൻവലിച്ചോടുകൂടി ഇത് ആരംഭിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ സമരത്തെ അവഗണിക്കാൻ ആർക്കും സാധ്യമല്ല. ഒരു മുതലാളിക്കും സാധ്യമല്ല. ഒരു ജനങ്ങളുടെ ജീവിത പ്രശ്നമാണ്. അപ്പോൾ ഇത്രയും ന്യായമായിട്ടുള്ള ഈ സമരം കണ്ടില്ല എന്ന് നടിക്കാൻ ആരെങ്കിലും തയ്യാറാകുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റിപ്പോയി എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇത് നമ്മുടെ കേരളത്തിൽ ഒരു അനുഭവമാണ്, ഒരു മാതൃകയാണ്. സമരസമിതി ചെയർമാൻ അഡ്വക്കേറ്റ് KK നാരായണൻ, OM കുഞ്ഞിക്കണ്ണൻ, K. ലക്ഷ്മണൻ, രവി കോഹിനൂർ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ എന്നിവരും യോഗത്തിൽ സംസാരിച്ചു.
CPM-ന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. RSS ഭീകരതയ്ക്കും കൊലപാതക രാഷ്ട്രീയത്തിനുമെതിരെയാണ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. BJP RSS അക്രമത്തിൽ പ്രതിഷേധിച്ച് CPM-ന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ ഏരിയ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പ്രതിഷേധ കൂട്ടായ്മ CPM കേന്ദ്ര കമ്മിറ്റി അംഗം P. കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് AG നായർ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി VK രാജൻ സംസാരിച്ചു. കാഞ്ഞങ്ങാട് പുതിയകോട്ട മാന്തോപ്പ് മൈതാനിയിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മ CPM സംസ്ഥാന കമ്മിറ്റി അംഗം AK നാരായണനും നീലശ്ശേർത്ത് ജില്ലാ കമ്മിറ്റി അംഗം TV ഗോവിന്ദനും തൃക്കരിപ്പൂരിൽ ഏരിയ സെക്രട്ടറി VPP മുസ്തഫയും ഉദ്ഘാടനം ചെയ്തു. ലെൻസ്ഫെഡ് ജില്ലാ കൺവെൻഷൻ ചെറുവത്തൂരിൽ സമാപിച്ചു. പഞ്ചായത്ത് കെട്ടിട നിർമ്മാണ ചട്ടത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്ന് ജില്ലാ കൺവെൻഷൻ അധികൃതരോട് ആവശ്യപ്പെട്ടു. JK റെസിഡൻസിയിൽ നടന്ന സമ്മേളനം K. കുഞ്ഞിരാമൻ MLA ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ മറ്റ് പല മേഖലകളുണ്ട്. അപ്പൊ അവരെല്ലാം തന്നെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി സമൂഹത്തിന് വേണ്ടിയിട്ടാണ് പണിയെടുക്കുന്നത്. ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ആളുകൾ മാത്രമല്ല സമൂഹത്തിന് വേണ്ടി പണിയെടുക്കുന്നത്. പാവപ്പെട്ട തൊഴിലാളികളും മറ്റാളുകളെല്ലാം കൺസ്ട്രക്ഷൻ മേഖല തൊഴിലാളികൾ ആർക്ക് വേണ്ടിയിട്ടോ വലിയ പടുകൂറ്റം കെട്ടിടങ്ങൾ ജീവൻ പോലും പണയം വെച്ചുകൊണ്ടാണ് പടുകൂറ്റം കെട്ടിടങ്ങൾ പടുത്തുയർത്തുന്നത്. അതിൽ നേതൃത്വം കൊടുക്കുന്നവരാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾ സമൂഹത്തിന് വേണ്ടിയിട്ടല്ലേ പണിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ആനുകൂല്യത്തിന് അവകാശമില്ല. നിങ്ങൾ സമൂഹത്തിന് വേണ്ടിയിട്ടാണ് ഈ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പണിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഒരുപക്ഷെ സർക്കാർ ജോലി കിട്ടുന്നുണ്ടാവില്ല അല്ലേ? സർക്കാർ ജോലി കിട്ടുന്നുണ്ടാവില്ല. അതുകൊണ്ട് ഇങ്ങനെ സ്വയം തൊഴിലാണ്. സർക്കാർ തന്നെ പറയുന്നത് സ്വയം തൊഴിൽ കണ്ടെത്തുക. അപ്പോൾ നിങ്ങൾ സ്വയം തൊഴിൽ കണ്ടെത്തി. അങ്ങനെ സ്വയം തൊഴിൽ കണ്ടെത്തുന്ന ആളുകളെയും സംരക്ഷിക്കേണ്ടുന്ന ബാധ്യത, അവർക്ക് ആനുകൂല്യങ്ങൾ, അവർക്ക് മറ്റ് ജീവിത സൗകര്യങ്ങൾ അനുവദിക്കേണ്ടുന്ന ബാധ്യത സർക്കാരിനുണ്ട്. സജി മാത്യു അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി TCV ദിനേശ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. C. കാർത്തിയായനി, MV പ്രഭാകരൻ, ഇബ്രാഹിം പുനത്തിൽ, CS വിനോദ് കുമാർ, EP ഉണ്ണികൃഷ്ണൻ, M. വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് കെട്ടിട നിർമ്മാണ ചട്ടത്തിലെ അപാകതകൾ, നിർമ്മാണ മേഖലയിലെ പ്രശ്നങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ കൺവെൻഷനിൽ ചർച്ച ചെയ്തു. 250ഓളം അംഗങ്ങൾ പങ്കെടുത്തു. നീലേശ്വരം കരുവാച്ചേരിയിലെ പൊതുമരാമത്ത് കാര്യാലയത്തിനു മുന്നിൽ നടത്തിയ സമരം നിയന്ത്രണാതീതമായി. സമരക്കാർ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ മുറിയിലേക്ക് തള്ളിക്കയറുകയും മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കുത്തിയിരിക്കുകയുമായിരുന്നു. നീലേശ്വരം ചിറ്റാരിക്കാൽ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് DYFE ബ്ലോക്ക് കമ്മിറ്റിയാണ് സമരം സംഘടിപ്പിച്ചത്. V. പ്രകാശൻ, A. വിധുബാല, P. മണി, ശ്യാംചന്ദ്രൻ, P. ഷാർങ്ങി, P. സുഭാഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് 30ഓളം പ്രവർത്തകർ കരുവാച്ചേരി ദേശീയപാതയോരത്തെ പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയത്തിന് മുന്നിൽ ഉപരോധ സമരം ആരംഭിച്ചത്. തുടർന്ന് നേതാക്കളും പ്രവർത്തകരും ഓഫീസിനകത്തേക്ക് തള്ളിക്കയറുകയും മുദ്രാവാക്യം വിളിച്ച് കുത്തിയിരിക്കുകയുമായിരുന്നു. നീലേശ്വരം SI മധുമദനും അഡീഷണൽ SI VK കുഞ്ഞിരാമനും സ്ഥലത്തെത്തിയിരുന്നെങ്കിലും സമരക്കാരെ തടയാനായില്ല. അസിസ്റ്റന്റ് എഞ്ചിനീയർ സ്ഥലത്തെത്തിയ ശേഷം സമരക്കാർ അദ്ദേഹത്തെ ഘെരാവോ ചെയ്യുകയും തുടർന്ന് പോലീസിന്റെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തുകയുമാണ് ഉണ്ടായത്. രണ്ടു ദിവസത്തിനകം മലയോര റോഡിന്റെ ചെറിയ കുഴികൾ അടയ്ക്കുമെന്ന് സമരക്കാർക്ക് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. ഈ മാസം അവസാനമാകുമ്പോഴേക്കും റോഡിന്റെ റീടാറിംഗ് നടത്തുമെന്നും ചർച്ചയിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട്. തുടർന്നാണ് പ്രവർത്തകർ പിരിഞ്ഞുപോയത്. നേരത്തെ ബ്ലോക്ക് പ്രസിഡന്റ് PK രതീഷിന്റെ അധ്യക്ഷതയിൽ CPM ഏരിയ സെക്രട്ടറി TK രവി സമരം ഉദ്ഘാടനം ചെയ്തു. V. പ്രകാശൻ, വിധുബാല തുടങ്ങിയവരും സംസാരിച്ചു. കാൽനട യാത്രക്ക് പോലും ബുദ്ധിമുട്ടാകുന്ന നിലയിലാണ് ചില മേഖലകളിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ പിടിപ്പുകേട് മൂലം, സർക്കാരിന്റെ പിടിപ്പുകേട് മൂലം ഇപ്പോൾ വന്നു തീർന്നിരിക്കുന്നത്. ഈ റോഡ് വീതി കൂട്ടി മെക്കാഡം ചെയ്യണമെന്ന ആവശ്യം പലവരും ആവർത്തിച്ചതാണ്. മാറി വന്ന ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അവർക്ക് സ്വാധീനമുള്ള മേഖലകളിലേക്ക് വിവിധങ്ങളായ വികസന പദ്ധതികൾ കൊണ്ടുപോകുമ്പോൾ
ഈ റോഡ് തമസ്കരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ആലയി ദുർഗാ ഭഗവതി ക്ഷേത്രം നിർമ്മാണം അവസാന ഘട്ടത്തിലെത്തി. പ്രതിഷ്ഠാ ദിനം തീരുമാനിക്കാൻ നടയിൽ പ്രശ്നചിന്ത നടത്തി. അതിപുരാതനമായ ആലിയിലെ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി. പ്രതിഷ്ഠാ ദിനം തീരുമാനിക്കുന്നതിനായി KU ദാമോദര തന്ത്രികളുടെ സാന്നിധ്യത്തിൽ നടയിൽ പ്രശ്നചിന്ത നടത്തി. പാണപ്പുഴ നാരായണൻ ജ്യോത്സ്യരുടെ നേതൃത്വത്തിലാണ് പ്രശ്നചിന്ത നടത്തിയത്. കാർത്തികോത്സവ പ്രഭയിൽ മുങ്ങി നഗരം. ഘോഷയാത്രയിൽ നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഗൗഡ സാരസ്വത ബ്രാഹ്മണ വിഭാഗത്തിന്റെ പ്രധാന ഉത്സവമായ കാർത്തികോത്സവത്തിൽ ലയിച്ച നഗരം. വ്യാഴാഴ്ച രാത്രി നഗരഘോഷയാത്ര നടന്നു. വനഭോജനവും നായാട്ടും കഴിഞ്ഞ ദേവനെയും ആനയിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര നഗരപ്രദക്ഷിണം നടത്തി. ഗുരുഞ്ചികളിൽ പ്രത്യേക പൂജയും നടന്നു. നഗരപ്രദക്ഷിണം വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടന്നു. കരിമരുന്നു പ്രയോഗത്തിന്റെ അകമ്പടിയോടെയാണ് ഘോഷയാത്ര നടന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഹോസ്ദുർഗ് ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന് തുടക്കമായി. സേവനങ്ങളിലെ തിളക്കവുമായി അജാനൂർ പഞ്ചായത്ത്. ISO സർട്ടിഫിക്കറ്റ് കൈമാറ്റം മന്ത്രി MK മുനീർ നിർവഹിക്കും. സംസ്ഥാന പ്രൊഫഷണൽ നാടകോത്സവം കാലിക്കടവിൽ തുടങ്ങി. കെട്ടിട നിർമ്മാണ ചട്ടത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്ന ആവശ്യം ലെൻസ്ഫെഡ് ജില്ലാ കൺവെൻഷൻ ചെറുവത്തൂരിൽ നടന്നു. തെരുവ് വിളക്ക് സ്ഥാപിച്ചതിൽ ക്രമക്കേട്. മധൂർ പഞ്ചായത്തിൽ വിജിലൻസ് റെയ്ഡ്. കരാട്ടെക്കായി ജീവിതം സമർപ്പിച്ച ഷാജിക്ക് രാജ്യാന്തര മേളയിലേക്ക് ക്ഷണം ലഭിച്ചിട്ടും പങ്കെടുക്കാനാവുന്നില്ല. കായിക പ്രേമികൾ ഒത്തുചേർന്നാൽ ഷാജി വേൾഡ് കരാട്ടെ ഫെഡറേഷൻ ടൂർണമെന്റിൽ മത്സരിക്കും. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.